പേറ്റി ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. ഇത് മുസ്ലിംസിന്റെ നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈദപ്പൊടി വെച്ചിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കും. എന്നിട്ട് ബാറ്റർ വെച്ചിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കും. ഈ ദോശയിലേക്ക് നമ്മൾ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കും. അത് നമ്മൾ ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഈ ഫില്ലിംഗ് നമ്മൾ ദോശയുടെ ഉള്ളിൽ വെച്ചിട്ട് ഈ ദോശ നമ്മൾ 4 സൈഡും ഫോൾഡ് ചെയ്യും. എന്നിട്ട് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട, മല്ലിയില. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് നമ്മൾ ദോശമാവിന് കലക്കിയെടുക്കണ പോലെ കലക്കിയെടുക്കണം. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കൻ ഓൾറെഡി ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ വേവിച്ചെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളവും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഈ ബോൺലെസ് ചിക്കൻ നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ചിക്കൻ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. എന്നിട്ടത് പതുക്കെ ഒന്ന് ചൂടാറി കഴിഞ്ഞപ്പോൾ മിക്സിയിലിട്ട് പതുക്കെ ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ചിക്കൻ ഇതേപോലെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, ഗരം മസാല. മുളക് പൊടിയും ഗരം മസാലയും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ മല്ലിയില, ഒരു വലിയ സവോള ചോപ്പ് ചെയ്തെടുത്തത്, പച്ചമുളക് ചോപ്പ് ചെയ്തെടുത്തത്, പിന്നെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും തുല്യ അളവിലെടുക്കുക. എന്നിട്ട് വെള്ളം ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പിന്നെ ഇതിന് ഡിപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും അന്നേരം ബാറ്റർ ഉണ്ടാക്കാം. ഇനി ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് മൈദപ്പൊടി ചേർക്കാം, മുട്ട ചേർക്കാം, ഉപ്പ് ചേർക്കാം, ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മാവ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. ഇനി നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഈ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവോളയും പച്ചമുളകും ചേർത്തു. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇപ്പോൾ സവോളയ്ക്ക് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. നമുക്ക് ഏറ്റവും ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. നമുക്ക് തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. ഈ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഇപ്പോൾ മല്ലിപ്പൊടിയും എണ്ണയിൽ കിടന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം, ഗരം മസാല ചേർക്കാം. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മസാലപ്പൊടികളെല്ലാം എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കാം. മല്ലിയില ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർക്കണം. ഈ ചിക്കൻ മസാല നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ചിക്കൻ്റെ ഉള്ളിലേക്ക് മസാലയ്ക്ക് നന്നായിട്ട് പിടിക്കും. തീ നന്നായിട്ട് കുറച്ച് വെക്കണം. നമുക്ക് മൂടി വയ്ക്കാം. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ ബാറ്റർ വെച്ചിട്ട് ദോശ ചുട്ടെടുക്കാം. ഇത് മാറ്റി വയ്ക്കാം. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല കനം കുറച്ചിട്ട് ദോശ ചുട്ടെടുക്കാം. ദോശ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ഒരുപാട് മൊരിച്ചെടുക്കരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്.
ഇതേപോലെ ഈ ബാറ്റർ വെച്ചിട്ട് എല്ലാ ദോശയും ഇങ്ങനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ ദോശയെല്ലാം നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മുട്ടയിലേക്ക് നമുക്കൊരു നുള്ളി ഉപ്പ് ചേർക്കാം. മല്ലിയില ചേർക്കാം. ഈ മുട്ടയായിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ദോശയുടെ ഉള്ളിലേക്ക് ചിക്കൻ വെച്ചിട്ട് ഫില്ല് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ ദോശയായിട്ട് എടുക്കുക. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണം ചിക്കൻ ചേർക്കുക. ചിക്കൻ ഇങ്ങനെ എല്ലാ സൈഡിലേക്കും സ്പ്രെഡായി പോകരുത്. സ്പൂൺ കൊണ്ടൊന്ന് ഒതുക്കി വയ്ക്കുക. ദോശ എടുത്തിട്ട് ആദ്യം ഇങ്ങനെ ഒരു സൈഡിലേക്ക് മടക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മടക്കുക. കഴിഞ്ഞിട്ട് ഇങ്ങനെ മടക്കുക. കഴിഞ്ഞിട്ട് ഇങ്ങനെ മടക്കുക. ഇങ്ങനെ കമത്തിയിട്ട് എടുത്ത് വയ്ക്കുക. എല്ലാ ദോശകളും ഇതേപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ ദോശകളും നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷാലോ ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ മീനൊക്കെ നമ്മൾ വറുത്തെടുക്കുന്ന പോലെ വറുത്തെടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചേക്കണം ഈ ദോശ എടുത്തിട്ട് മുട്ടയിൽ ഡിപ്പ് ചെയ്യുക. മുട്ട നമ്മൾ ഈ ഫില്ല് ചെയ്ത് വെച്ചേക്കുന്ന ദോശയുടെ എല്ലാ സൈഡിലും നന്നായിട്ട് ആവണം. ഇതെടുത്തിട്ട് നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇടാം. നമുക്ക് മറ്റേ സൈഡും മറിച്ചിടാം. 2 സൈഡും തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം. ഈ സൈഡ് ഒന്നും കൂടി ഒന്ന് മൊരിയണം. അപ്പോൾ നമുക്ക് ഈ അടിയിലെ സൈഡ് ഒന്നും കൂടി മൊരിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് നമുക്ക് തിരിച്ചിടണം. ഈ മറ്റേ സൈഡ് നമുക്ക് ഒന്നും കൂടി ഒന്ന് മൊരിച്ചെടുക്കാം. അത് നന്നായിട്ട് മൊരിഞ്ഞിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആവണം. രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ബജ്ജി പേട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്.